വിഷമമില്ല. ഞങ്ങൾ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് വിഷമമുള്ളൂ. ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കുകയും തമ്മിൽ തല്ലിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള പരാതി ഉണ്ടല്ലോ, അത് വേണ്ട. ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് AP ഗ്രൂപ്പിന്റെ കുൽസിതങ്ങളും കുതന്ത്രങ്ങളും വഞ്ചനകളും കൊണ്ട് പൊറുതി മുട്ടിയിട്ട് അവസാനം അവർ തന്നെ EK വിഭാഗം തന്നെ ഒരു ഡോക്യുമെന്ററി തന്നെ ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് അലവി ശിഹാബ് തങ്ങളൊക്കെ ഇങ്ങനെ പ്രശംസിച്ചിട്ട് അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അഭിനയവും നാട്യവും. ഇങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ അഭിനേതാവ് ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഇത്ര വൃത്തികെട്ട ഭാഷ വേറെ ഒരു വിഭാഗം ആളുകളും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് അദൃശ്യപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വിയോജിപ്പുണ്ട്. അത് ഞങ്ങൾക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. പക്ഷെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഞങ്ങളെ കൂട്ടത്തിലെ ലീഗുകാർ അദ്ദേഹത്തെ നേതാവായി കാണുന്നുണ്ട്. മതരംഗത്ത് അദ്ദേഹത്തെ ഞങ്ങൾ നേതാവായി കാണുന്നില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ ശിഹാബ് തങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ട് അൽ-ഫാത്തിഹ വിളിക്കുകയാണെങ്കിൽ സ്റ്റേജിലിരിക്കുന്ന മുജാഹിദായ ലീഗുകാരൻ കൈവന്തിക്കൂല. അത് യഥാർത്ഥത്തിൽ ശിഹാബ് തങ്ങൾക്കും അറിയാം. അതെന്താ കയ്യൊന്തിക്കാത്തെന്ന് ചോദിക്കൂല. അങ്ങനെയൊരു കൂട്ടരുണ്ട്, അറബ് ഈ സമുദായത്തിന്റെ ഭാഗമാണ് എന്ന് ശിഹാബ് തങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി ഇകഴ്ത്താനോ അദ്ദേഹത്തെ അവഹേളിക്കാനോ അദ്ദേഹത്തെ തരം താഴ്ന്ന ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഇതുവരെയും മുതിർന്നിട്ടില്ല എന്ന കാര്യം ഈ നാട്ടിലെ ആളുകൾക്കും അറിയാം, മൊത്തം കേരളത്തിലെ എല്ലാ ആളുകൾക്കും, ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് പ്രത്യേകിച്ചും അറിയാം. പക്ഷേ AP ഗ്രൂപ്പിന്റെ തനിനിറം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് EK ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ള ഡോക്യുമെന്ററിയുടെ കുറച്ചു ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എത്ര നിസാരമാണ് എന്ന് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശിഹാബ് തങ്ങളോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണെന്നും അത് മനസ്സിലാവും. കേൾപ്പിച്ചു കൊടുക്കും. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്ന പത്രം പുറത്തിറക്കുന്നത്? ആ വാറോല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുമ്പ് ഞങ്ങൾ ചോദിക്കട്ടെ. കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാറോലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയിസിലൂടെ നിങ്ങൾ എഴുതിയതിൽ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ മൂരിയെന്നും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകീഴായി പ്രസിദ്ധീകരിച്ചു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ. അതെ, ശിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ കാലിസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന് പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നിവേലി. പാണക്കാട്ടേക്കൊരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. പ്രിയ ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ? ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ശിഹാബ് തങ്ങളെ എതിർക്കുന്ന ആളൊന്നും അല്ല, നമ്മൾ ഒന്ന് തന്നെയാണ് എന്ന് വരുത്തി നല്ല വെള്ള ചമയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കളി അലവി സഖാഫി കളിക്കണം.